ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സിലെ 10ാമത്തെ ചാപ്റ്ററാണ്. എനിക്കറിയാം, ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഏകദേശം നമ്മൾ 5ാമത്തെ ചാപ്റ്റർ വരെയാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിലുള്ള എസെൻഷ്യൽ ഏരിയാസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പ്രൊജക്റ്റാണ്. കേട്ടോ, പ്രൊജക്റ്റാണ് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് ചാപ്റ്ററുകളെല്ലാം നമ്മൾ പഠിച്ചത്, സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള മറ്റ് ചാപ്റ്റേഴ്സ് മൊത്തം നമ്മൾ പഠിച്ചത് പ്രൊജക്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്നതാണ് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം എന്താണ് പ്രൊജക്റ്റ് അല്ലേ. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമായിട്ടും പ്രൊജക്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതിയാണ് പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിന് വ്യക്തമായിട്ടുള്ള ചില ലക്ഷ്യങ്ങളും അത് നടപ്പിലാക്കേണ്ട മേഖലയും കാലയളവും ഒക്കെ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഒരു പ്രശ്നത്തെ വിശദമായി പഠിച്ച് പുറത്തിറക്കുന്ന റിപ്പോർട്ടുകളാണ് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിനെ സംബന്ധിക്കുന്ന റിപ്പോർട്ടുകൾ ഇറക്കും അല്ലേ. ആ റിപ്പോർട്ടുകളാണ് പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത, യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പ്രോജക്റ്റ് റിപ്പോർട്ട് എന്നാൽ എന്ത്, പ്രോജക്റ്റ് എന്നാൽ എന്ത്, പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, ഒരു പ്രോജക്റ്റ് ഡോക്യുമെൻറ്റിൻ്റെ സ്ട്രക്ചർ എന്തെല്ലാമാണ്, ഘടന എങ്ങനെയെല്ലാമാണ്, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പ്രോജക്റ്റ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന്, ഒരു പ്രോജക്റ്റിൻ്റെ കൺസ്ട്രക്ഷന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്നാമത്തെ സ്റ്റെപ്പാണ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നത്തെ തിരിച്ചറിയുക. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോജക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രശ്നത്തെ തിരിച്ചറിയുക, അല്ലെങ്കിൽ നമ്മൾ പഠന വിഷയമാക്കേണ്ടിയിരിക്കുന്ന പഠന മേഖല നിർണ്ണയിക്കുകയാണ് ആദ്യമായി പ്രോജക്റ്റ് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. രണ്ടാമത്, ഒരു പ്രശ്നം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് എന്താ, പഠന ഗ്രൂപ്പിനെ നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മൾ എങ്ങനെയാണ്, ഇപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ കുട്ടികളായിരിക്കും പഠന ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ ഒരു വർക്കിംഗ് ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം, തിരഞ്ഞെടുക്കണം. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് എന്താണ്, ദത്തങ്ങളുടെ ശേഖരണമാണ്. നമുക്ക് പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള ദത്തങ്ങൾ, ഡാറ്റകൾ നമുക്ക് ശേഖരിക്കണം. നമുക്കറിയാം അല്ലേ, ഡാറ്റ എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. പ്രൈമറി ഡാറ്റകളുമുണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി ഡാറ്റകളുമുണ്ട്. പ്രാഥമിക ദത്തങ്ങളുമുണ്ട്, ദ്വിതീയ ദത്തങ്ങളുമുണ്ട്. നമ്മുടെ പഠനത്തിന് ആവശ്യമായത് പ്രാഥമിക ദത്തമാണോ, നമ്മുടെ പഠനത്തിന് ആവശ്യമായത് ദ്വിതീയ ദത്തമാണോ എന്ന് തിരിച്ചറിഞ്ഞ് ആവശ്യമായ ദത്തശേഖരണ രീതികളിലൂടെ നടപ്പിലാക്കുക എന്നതാണ് ദത്തങ്ങളുടെ ശേഖരണം കൊണ്ട് അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷനിൽ നമ്മൾ പറഞ്ഞു ഏതാണ്, നമുക്ക് വേണമെങ്കിൽ സെൻസസ് മെത്തേഡിലൂടെയോ അതല്ലെങ്കിൽ സാമ്പിളിംഗ് മെത്തേഡ് വഴിയോ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ശേഖരിക്കാൻ സാധിക്കും, ദത്തം ശേഖരിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഈ സാമ്പിളിങ്ങിലും സെൻസസിലും ഉൾപ്പെടെ നമുക്ക് ചോദ്യാവലികൾ അഡ്മിനിസ്റ്റർ ചെയ്തുകൊണ്ട് ഇൻ്റർവ്യൂ മെത്തേഡുകൾ വഴി, അതല്ലെങ്കിൽ പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങളിലുള്ള വിവരങ്ങൾ വഴിയൊക്കെ നമുക്ക് പ്രൊജക്റ്റ് നടത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള ദത്തങ്ങൾ ഇത്തരം രീതികളിലൂടെ ശേഖരിക്കുന്ന സ്റ്റേജാണ് ദത്തങ്ങളുടെ ശേഖരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എന്താ, ദത്തങ്ങളുടെ വർഗീകരണവും അവതരണവും അല്ലേ. നമ്മൾ പഠിച്ചതാണ് സ്റ്റാറ്റിസ്റ്റിക്സിലെ 3ാമത്തെ ചാപ്റ്റർ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്നാണ്.
തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ. നമുക്ക് ലഭ്യമായിട്ടുള്ള ദത്തങ്ങൾ അത് കൃത്യമായ രീതിയിൽ വർഗീകരിച്ച് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന നിലയിലേക്ക് നമ്മുടെ ദത്തങ്ങളെ മാറ്റിയെടുക്കുന്ന സ്റ്റേജാണ് ദത്തങ്ങളുടെ വർഗീകരണവും അവതരണവും എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജ്. ഓക്കെ, അടുത്തത് എന്താ? അപഗ്രഥനവും വ്യാഖ്യാനവും. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള ദത്തത്തെ അപഗ്രഥനം ചെയ്യണം. എങ്ങനെയൊക്കെ നമുക്ക് അപഗ്രഥനം ചെയ്യാൻ സാധിക്കും? ഇൻറ്റർപ്രറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉണ്ട്. ആ ടൂൾസാണ് മീൻ, മീഡിയൻ, അതുപോലെ തന്നെ മോഡ്, അതുപോലെ തന്നെ എന്താ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. ഡിസ്പേർഷനിൽ നമ്മൾ എന്താ പഠിക്കുക? റേഞ്ച് നമ്മൾ പഠിക്കും കേട്ടോ. അതേപോലെ QD, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതൊക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇത്തരം മെത്തേഡുകളിലൂടെ വേണമെങ്കിൽ കോറിലേഷൻ കൂടി ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ദത്തങ്ങളെ അപഗ്രഥിച്ച് വ്യാഖ്യാനിച്ച് അതിൽ നിന്ന് നമുക്ക് ഉപസംഹാരത്തിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഉപസംഹാരം എന്ന് പറയുന്നത് ഈ പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം നമുക്കുണ്ടാകുന്ന എന്താണ് നിഗമനമാണ് ഉപസംഹാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രന്ഥസൂചികയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഗ്രന്ഥസൂചിക മാർക്ക് ചെയ്യണം. നമ്മൾക്ക് ഈ പ്രോജക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത്, അതുപോലെ തന്നെ ഏതെല്ലാം പുസ്തകങ്ങൾ നമ്മൾ റെഫർ ചെയ്തു, ഇതൊക്കെ നമ്മൾ ഗ്രന്ഥസൂചികയിൽ സൂചിപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റേജുകളിലൂടെ കടന്നു പോയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? ഇത്രയും സ്റ്റേജുകളിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോജക്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണത്? പ്രശ്നത്തെ തിരിച്ചറിയുക, പഠന മേഖല നിർണ്ണയിക്കുക, പഠന ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കുക, ദത്തങ്ങളുടെ ശേഖരണം, ദത്തങ്ങളുടെ വർഗീകരണവും അവതരണവും, അപഗ്രഥനവും വ്യാഖ്യാനവും, ഉപസംഹാരം, ഗ്രന്ഥസൂചിക. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് 4 ആൾ അറിയുന്നത് എപ്പോഴാണ്? പ്രൊജക്റ്റിൻ്റെ റിപ്പോർട്ട് വരുമ്പോഴാണ് അല്ലേ. അപ്പോൾ പ്രൊജക്റ്റ് റിപ്പോർട്ടിനൊരു ഘടനയുണ്ട്. ആ ഘടന എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ അതിനൊരു ആമുഖം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പ്രൊജക്റ്റ് റിപ്പോർട്ടിന് എന്തുണ്ടായിരിക്കണം? ആമുഖം ഉണ്ടായിരിക്കണം. ആമുഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? പ്രൊജക്റ്റിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും പ്രസക്തിയും വ്യക്തമായി നിർവചിച്ചിട്ടുള്ള ആമുഖമായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. പ്രൊജക്റ്റിൻ്റെ ആവശ്യകത എന്താണ്, പ്രാധാന്യം എന്താണ്, അതിൻ്റെ പ്രസക്തി എന്താണ് എന്നത് വ്യക്തതയോടുകൂടി നിർവചിച്ചിട്ടുണ്ടായിരിക്കണം. അടുത്തത് പ്രശ്നാവതരണമാണ്. പഠന വിഷയത്തിൻ്റെ കൃത്യതയോടെയുള്ള അവതരണമാണ് പ്രശ്നാവതരണത്തിൽ ഉദ്ദേശിക്കുന്നത്. പഠന വിഷയത്തിൻ്റെ നിർവചനം ഇതിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രൊജക്റ്റിനും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. ആ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പട്ടിക രൂപത്തിൽ നമ്പർ നൽകിയിട്ട് വ്യക്തമാക്കിയിട്ടിരിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇനിയിപ്പോൾ ഡിഗ്രിക്കൊക്കെ പഠിക്കാൻ പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും ഇതിൽ. അങ്ങനെ പഠിക്കാൻ പോകുന്ന സമയത്ത് ഡിഗ്രിയുടെ ഒരു പ്രാക്ടിക്കൽ വർക്കാണ് ഒരു പ്രൊജക്റ്റ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ് ഒബ്ജക്റ്റീവ്സ്. പ്രൊജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് വളരെ സ്പഷ്ടമായിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഘടനയാണ്. രീതിശാസ്ത്രം അഥവാ മെത്തഡോളജി സ്പെസിഫൈ ചെയ്തിരിക്കണം. പ്രശ്ന വിശകലനത്തിന് അവലംബിക്കുന്ന സവിശേഷ രീതിയാണ് രീതിശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. രീതിശാസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? വിവരങ്ങളുടെ സ്വഭാവം, അവയുടെ ഉറവിടം, വിശകലന രീതി, ഇതെല്ലാം എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നത് രീതിശാസ്ത്രത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യും? തുറന്നിടും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? വിവര വിശകലനമാണ്. വിവര വിശകലനം എന്ന് പറയുന്നത് എന്താ? പ്രൊജക്റ്റിൻ്റെ മർമ്മ ബിന്ദുവാണ്. ഇപ്പം നമ്മളൊരു വൃത്തം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വൃത്തത്തിന് എന്തുണ്ടായിരിക്കും? ഒരു ആരം ഉണ്ടായിരിക്കും അല്ലേ. അതേപോലെ തന്നെ പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുന്നു, ആ പ്രൊജക്റ്റിൻ്റെ മർമ്മ ബിന്ദു, പ്രൊജക്റ്റിൻ്റെ ആരമാണ് എന്ത്? വിവര വിശകലനം എന്ന് പറയുന്നത്. പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ മുഖ്യ ഭാഗത്തെയാണ് വിവര വിശകലനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുമാത്രമല്ല, പ്രൊജക്റ്റിന് ചെയ്യുന്ന സമയത്ത് ഒത്തിരി പരിമിതികൾ വരാറുണ്ട്. ഈ പരിമിതികളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പ്രൊജക്റ്റിൽ വ്യക്തമാക്കിയിരിക്കണം എന്നാണ് പറയുന്നത്.
ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും 1-2 ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 ഗ്രൂപ്പിനെ മാത്രം വ്യക്തമാക്കിയിട്ടായിരിക്കാം. നമുക്ക് ഇന്ത്യയെ മൊത്തം പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് ഒരു രാജ്യത്തെ സംബന്ധിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളെയും കണ്ട് അഭിസംബോധന ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടൊന്നും നമുക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത് അസാധ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു സാമ്പിൾ ഗ്രൂപ്പിനെ അങ്ങ് എടുക്കും അല്ലേ? 28 സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലുള്ള ഒരു വിഭാഗം ജനതയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു സാമ്പിൾ എടുക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പഠനങ്ങൾ പലപ്പോഴും നടത്തുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ പഠനത്തിന്, ഏത് പഠനമായിക്കോട്ടെ, അതിന് ഒത്തിരി പരിമിതികൾ ഉണ്ടായിരിക്കും. ആ പരിമിതികൾ എന്ത് ചെയ്യണം? വ്യക്തമായി നിർവചിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അവസാനത്തെ ഘട്ടമാണ് നിഗമനങ്ങൾ. വിവര വിശകലനത്തിലൂടെ ലഭ്യമായ കണ്ടെത്തലുകൾ, ആശയങ്ങൾ എന്നിവ വ്യക്തമാക്കിയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ സ്റ്റെപ്സ് ഫോർ പ്രൊജക്റ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഘടനയും കൃത്യമായി പഠിച്ചിരിക്കണം. പരീക്ഷയ്ക്ക് 5 മാർക്കിന് വിശദീകരിച്ച് എഴുതാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഘടനയും അതുപോലെ തന്നെ സ്റ്റെപ്സ് ഫോർ പ്രൊജക്റ്റ് കൺസ്ട്രക്ഷനും. കേട്ടോ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? നന്നായിട്ട് അത് നോക്കുക. ഓക്കെ, താങ്ക് യു.